നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ഒരു വട്ടം നേരിട്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ കഴിയാത്തൊരവസ്ഥ, അതല്ലാന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകാം അപ്പം തന്നെ ക്രാഷ് ആയിട്ട് ഓഫ് ആകുന്ന അവസ്ഥകളൊക്കെ നേരിട്ടിട്ടുണ്ടാവില്ല. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ എന്തെങ്കിലും ഒരു പോരായ്മ നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പുതുതായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ആദ്യത്തെ ആപ്ലിക്കേഷൻ വീണ്ടും ഡൗൺലോഡ് ചെയ്താണ് സ്ഥിരമായി ചെയ്യാം. നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതെയും അതുപോലെ തന്നെ നമ്മളുടെ നിലവിൽ ക്രാഷായി കിടക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാതെയും ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണാം. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ആണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ആ ഒരു പ്രശ്നം പരിഹരിക്കാന്നുള്ള വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ ക്യാൻവ ആപ്പാണ് എനിക്ക് അത്തരത്തിലൊരു പ്രശ്നം നേരിടുന്നതെന്ന് ചോദിച്ചു. ഞാൻ ക്യാൻവ ഇവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാൻവയുടെ റീസെൻറ്റ് ടാബിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലും ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് പോകാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് പോകാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ആപ്ലിക്കേഷൻ ബുദ്ധിമുട്ട് നേരിടുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പിടിക്കാം. അതിന് ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ആപ്പ് ഇൻഫോൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാം. ആപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചില ഫോണിൽ ഇവിടെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ഡാറ്റ എന്നൊക്കെ എഴുതിയ സ്ഥലങ്ങളിലുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ടുണ്ടാവും. എൻ്റെ മൈ ഫോണിൽ ഏറ്റവും താഴെയുണ്ടാവും. അപ്പം നമ്മളവിടെ ക്ലിയർ ഡാറ്റ കൊടുക്കുന്നു. നമുക്കിവിടെ ക്ലിയർ ഓൾ ഡാറ്റ ഉണ്ട്, ക്യാപ്ച ക്ലിയർ ഉണ്ട്. അപ്പം ഞാൻ അവിടെ ക്ലിയർ ഓൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷനിലെ ഡാറ്റ പൂർണ്ണമായും ഡിലീറ്റ് ആവും. പുതിയൊരു ഫ്രഷ് ആപ്ലിക്കേഷൻ എങ്ങനെയാണോ ഓപ്പൺ ആകുന്നത് അത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. ഇത്തരത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം വാട്സപ്പിൽ എന്തെങ്കിലും ക്രാഷ് നേരിട്ട് ഇത്തരത്തിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിലെ ചാറ്റ് ഹിസ്റ്ററി മൊത്തം കാര്യങ്ങൾ ഡിലീറ്റ് ആവും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളാണ് ക്ലിയർ ഡാറ്റ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് അടിച്ച് വീണ്ടും നിങ്ങൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്ലിയർ ഡാറ്റ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് നിങ്ങൾ നേരിടുന്ന പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്സപ്പൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൻ്റെയൊക്കെ ബാക്കപ്പ് എടുത്തതിന് ശേഷം മാത്രം ക്ലിയർ ഡാറ്റ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ടെക്നോളജി ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ആദ്യമേ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.